ഞങ്ങൾ എന്തോരം വിഷമിച്ചു എന്നറിയോ നിനക്ക്? ഇന്നലെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല, എന്നിട്ട് കിടക്കുക ഒന്നും അറിയാത്ത പോലെ. ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ നിനക്ക്? അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ ടൂറിന് പോകണ്ടാന്ന്. അത് നീ കേട്ടില്ല. ഇപ്പൊ എന്തായി? നമസ്കാരം. നമസ്കാരം. മോൾക്ക് എങ്ങനെയുണ്ട് സാർ? ഇപ്പോ ഷീസ് ഫൈൻ. സാർ ഇരിക്കണം. ശരി മോളെ. സാർ ക്ഷമിക്കണം, തെറ്റ് ഞങ്ങളുടെ ഭാഗത്താ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സാർ. ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ നിനക്ക്? അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ ടൂറിന് പോകണ്ടാന്ന്. അത് നീ കേട്ടില്ല. ഈ സമയത്താണോ ഇതൊക്കെ പറയുന്നത്? ഒന്നും മിണ്ടാതിരിക്കേ. നമസ്കാരം. നമസ്തേ. നമസ്കാരം. ഒന്ന് മാറി ഡോക്ടർ. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? പെയിൻ ഉണ്ടോ? ചെറുതായിട്ട്. ഡോക്ടർ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? നത്തിങ് ടു വറി. ഒരു എയർഗണ്ണിൽ നിന്നാണ് വെടികൊണ്ടിരിക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. കുട്ടിയല്ലേ, അതാ ബോധം കേട്ടത്. വേണേൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ആക്ച്വലി കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്, പിന്നെ HM പറഞ്ഞതുകൊണ്ടാണ്. സാർ എന്നാ ശരി. ശരി മോളെ, നിങ്ങൾ സംസാരിച്ചിരിക്കണം. ഓക്കെ, ഞാനങ്ങോട്ട്. ഓക്കെ സാർ കേശവൻ സാറിനെ കണ്ടില്ലല്ലോ? ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. മരുന്ന് വാങ്ങിക്കാൻ പോയിരിക്കുക. ശരി, പറഞ്ഞിരുന്നാ മതി. ഓ ശരി ശരി. ശരി. ഓക്കെ ശരി സാർ, അങ്ങോട്ട്. സോറി മോളെ, ഒരു കണക്കിന് ഞാനും ഇതിന് കാരണക്കാരനാണ്. ഇറ്റ്സ് ഓക്കെ ഏട്ടാ. ഞാൻ പോയിട്ട് വരട്ടെ. ചേട്ടാ, അർജുനും കുട്ടികളും ഒക്കെ അവരെല്ലാം സേഫ് ആണ്. ശരി ശരി സാർ, ടേക്ക് കെയർ. ശരി മോളെ. എന്തടി അയാള് പറഞ്ഞ്? ഒന്നുമില്ലമ്മേ. മകസർ എഴുതാൻ പേപ്പർ എടുത്തില്ല സാർ. പേപ്പർ എടുത്തില്ല? തോന്നെയൊക്കെ ആരോടോ പോലീസിന്റെ ആ നേഴ്സിന്റെ ഒരു പേപ്പർ ഉണ്ട്. ചോദിച്ചാ തരുമോ? തരും. എന്താ പോയി ചോദിക്കേ. ഹലോ. സാറേ, ഇല്ല ഇല്ല ഇല്ല. വെറുതെ പറയുന്നത് സാറേ. സാറേ ഞാൻ വിളിക്കാമേ. നേരത്തെ എത്തിയോ? വരായിരിക്കാൻ പറ്റുമോ? ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ ജോബ്. നീ വാ സാറേ. ഞാൻ ചെയ്യണം? താൻ എന്തേലും പോയി ചെയ്യണോ? എന്തു പറ്റി? ഞാൻ ഇന്നലെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അവിടെ പോയിരുന്നു. എവിടെ? എടാ വീട്ടിലേ. ആ ഇത് നമ്മളാരോ കളിപ്പിക്കാൻ ബോധപൂർവം ചെയ്ത നാടകമാണ്. ആ വീട് വർഷങ്ങളായിട്ട് കൂട്ടിക്കിടക്കുകയാണ്. നമ്മൾ ശരിക്കും അവിടെ വഞ്ചിക്കപ്പെടുകയായിരുന്നു. മാത്രമല്ല, അവര് പറഞ്ഞ കഥയിലെ കഥാപാത്രങ്ങളൊക്കെ 2 വർഷം മുമ്പ് അവിടെ താമസിച്ചിരുന്നവരാണ്. സത്യമാണോ? ഞാൻ എന്തിനാണ് കള്ളം പറയുന്നത്? ഇതാരോ നമ്മളെ വെച്ച് നന്നായിട്ട് കളിച്ചതാണ്. അത് വൈകാതെ തന്നെ ഞാൻ കണ്ടുപിടിക്കും. അല്ല, നിങ്ങൾ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കഥയാണ് സാർ, അതൊക്കെ പറയാം. വാ. സാറ് പറഞ്ഞോണ്ടാ ഞാൻ ഈ ബസ്സിലേക്ക് വലിഞ്ഞേറാൻ നിൽക്കുന്നത്. ഇല്ലേ, വല ലിഫ്റ്റ് അടിച്ചു പോയത്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമ്മുടെ വിഹിതം അപ്പൊ എല്ലാം പറഞ്ഞത് അല്ല, ഞാൻ ഇപ്പൊ എന്തിനാണ് ഓടണേ? ഇനി വിൽക്കാൻ ഈ വീടും കാറും മാത്രമേ ഉള്ളൂ. കാറാണെങ്കിൽ CC-കാർ എന്ന് കൊണ്ടുവന്നുള്ള ഒരു എത്തും പിടിയുമില്ല. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഏത് നേരത്താണാവോ ആ ബിസിനസ് ചെന്ന് ചാടാൻ തോന്നിയത്? ഇനി അത് പറഞ്ഞിട്ട് എന്ത് കാര്യം ചെയ്യട്ടാ? പോയത് പോയി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം. ഇനി എന്ത് ചെയ്യാനാ? ആകെ പാടേണ്ടായിരുന്ന പ്രതീക്ഷ ആ ലോണ് കിട്ടും എന്നുള്ളതാ. ഇന്നലെ അതും തീർന്നു. ഇനിയിപ്പം വീട് വിൽക്കാന്ന് വെച്ചാൽ അത് മോളെ പേരില്ല. അവള് മൈനർ ആയതുകൊണ്ട് ഇത് വാങ്ങിക്കാൻ വില്ലിംഗ് ആയിട്ട് ആരോട്ട് വരൂല്ല. അടുത്ത ആഴ്ച കടക്കാർ എന്ന അവസാന തീയതി. ആലോചിച്ചിട്ട് പ്രാന്തെടുക്കുക. മനസമാധാനവും പോയി. അച്ഛാ,
മറ്റന്നാ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്. എല്ലാ കുട്ടികളും പോകുന്നുണ്ട്. ഞാനും കൂടെ പൊക്കോട്ടെ. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇവിടെ വിഷമിക്കാൻ കാശില്ലാതിരിക്കുമ്പോ അവളുടെ ഒരു ടൂർ. അവളുടെ അടുത്ത് എന്തിനായിട്ടാ ദേഷ്യപ്പെടുന്നത്? അവൾ എന്ത് പിഴച്ചു? മോള് പോയിരുന്ന് പഠിച്ചേ. അച്ഛന്റെ കയ്യിൽ കാശില്ലാത്തോണ്ടല്ലേ? അതിന് കാശ് കൊടുക്കണ്ട, ഫ്രീ ആയിട്ടാണ് കൊണ്ടുവന്നത്. അർജുൻ പറഞ്ഞില്ലേ? അത് ഈ ടൂറാണ്. അതെ. അവൻ മറൈൻ ഡ്രൈവിലോട്ടാണെന്നാണല്ലോ പറഞ്ഞത്. അല്ല, സ്റ്റഡി ടൂർ അഗസ്ത്യാർ വനത്തിലേക്ക്. നീ അകത്ത് പോയിരുന്ന എന്തേലും എടുത്ത് പഠിക്ക്. നമ്മളും പഠിച്ചു, എന്നിട്ട് എന്തായി? അതിലൊന്നൊരു കാര്യമില്ല. ഇന്നത്തെ കാലത്ത് പിള്ളേർ ജീവിക്കാനാ പഠിപ്പിക്കേണ്ടത്. പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് അച്ഛാ. ഞാനും പൊക്കോട്ടെ. പവിത്രയൊക്കെ പോകുന്നുണ്ട്. അവള് കോടീശ്വരനായ കേശവൻ സാറിന്റെ ചെറുമോളാ. നീ ഒരു ദരിദ്രവാസിയുടെ കൊക്കറിഞ്ഞ് കൊത്തിയാ മതി. അകത്ത് പോടി. കാശിലൊന്നും ഒരു കാര്യമില്ല ഏട്ടാ. ഇന്ന് അങ്ങനെ കയ്യിൽ കാശ് കാണും, നാളെ കറങ്ങി തിരിഞ്ഞ് ചേണ്ട കയ്യിലും വരും. അതുകൊണ്ട് ഇവിടെ കാശിന് ഇമ്പോർട്ടൻസ് ഇല്ല. നീ എന്താ പറഞ്ഞേ? അല്ല, മോളെ വേദനിപ്പിക്കില്ലെന്ന്. അതല്ല, അതിനു മുൻപ് കാശ് കൈമാറി വരുന്ന കാര്യം. ആ ക്യാഷ്. ക്യാഷ്. ഹലോ. നീ എവിടാ? ഞാൻ പുറത്താ ചേട്ടാ. എന്താ ചേട്ടാ? സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ടെന്ന് പറയുന്ന കേട്ടു. ഓ അതെ. അല്ല, കാട്ടിലേക്കാണോ പോകുന്നത്? അങ്ങനെ ഏതാണ്ടാ പറഞ്ഞു കേട്ടെ. അല്ല, കുട്ടികളെ വനത്തിലേക്ക് കൊണ്ടുപോകാൻ ഗവൺമെന്റ് പെർമിഷൻ കിട്ടുമോ? എന്ത് പെർമിഷൻ? പിന്നെ ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഞാൻ ആദ്യം AOയ്ക്ക് പരാതി കൊടുക്കാന്ന് വെച്ചതാ, പിന്നെ പോട്ടേന്ന് വെച്ചു. ഒന്നുമില്ലെങ്കിലും സഹപ്രവർത്തകരല്ലേ. അല്ല ചേട്ടൻ ഇതൊക്കെ എന്തിനാ അന്വേഷിക്കുന്നേ? മോളെ വിടുന്നുണ്ടോ? അവളെ വിടാന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. അതാ നല്ലത്. വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ. ശരിയെന്നാ ഞാൻ വിളിക്കാം. ശരി. എന്താ ഏട്ടാ? എന്റെ ഒരു റിലേറ്റീവാ, അവളാ സ്കൂളിലെ ടീച്ചറാ. അല്ലടാ, നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു വഴിയുണ്ട്. ബട്ട് നീ അതിന് എന്റെ ഒപ്പം ഒന്ന് നിന്ന് തരണം. എന്താ ഏട്ടാ? അല്പം കൈവിട്ട കളിയാ. ഇതല്ലാതെ ഞാൻ നോക്കിയിട്ട് നമുക്ക് രക്ഷപ്പെടാൻ വേറൊരു മാർഗവും. ചേട്ടാ എന്താ ഉദ്ദേശിക്കണെന്ന് പറ. നമുക്ക് ആ ബസ് ഹൈജാക്ക് ചെയ്യണം. സ്കൂൾ ബസ്സോ? ചേട്ടാ സീരിയസ് ആയിട്ടാണ് പറയുന്നത്? ചേട്ടൻ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചേട്ടാ അവര് പോലീസിൽ അറിയിക്കില്ലേ? ഒരിക്കലുമില്ല. അവര് ടൂർ ഗവൺമെന്റ് പെർമിഷൻ ഇല്ലാതെ നടത്തുന്നത്. അതുകൊണ്ട് എന്താ? അതുകൊണ്ട് തന്നെ ഈ ബസ് കാണാതായാലും അവരുടനെ പോലീസിൽ അറിയിക്കില്ല. എല്ലാം ഓക്കെ, പക്ഷെ ആ ബസ് എങ്ങനെ നമുക്ക് ഹൈജാക്ക് ചെയ്യാം? അതിന് പറ്റിയ ഒരാൾ എന്റെ അടുത്തുണ്ട്. നീ പറയാനുള്ള പറയടേ. എടാ ഞാൻ പഴയ പരിപാടിയൊക്കെ നിർത്തി. നീ ചുമ്മാ ഇവിടെ പറയാനുള്ള കാര്യം പറയടാ, സമയം കളയാതെ. അല്ല പിന്നെ. ആ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എടാ നീ കൂടുതൽ സംസാരിക്കാതെ, തരാനുള്ള പൈസ തന്നിട്ട് സംസാരിക്കും. അതൊക്കെ തരാൻ ചേട്ടാ, അത് സെറ്റ് ചെയ്യാനാ ഇപ്പൊ വന്നേ. ഓ, ചേട്ടന് തരാനുള്ള കാശ് മുഴുവൻ ഞാൻ നാളെ തരാം. എന്താ പോരെ? അതെന്താ നിനക്ക് ലോട്ടറി? ലോട്ടറിയോ? എനിക്കോ? ആണെന്ന് കൂട്ടിക്കോ. വന്ന ചേട്ടാ പറയട്ടെ. പറയട്ടെ. എടാ നീ പറയുന്നതൊക്കെ ശരിയാണ്. കേശവൻ സാറിന്റെ കയ്യിൽ പൂത്ത കാശ്, അതുകൊണ്ട് കാശ് കിട്ടുന്നുള്ള ഉറപ്പാണ്. പക്ഷെ കാര്യങ്ങൾ ഉടനെ നടക്കണം ചേട്ടാ. അതൊക്കെ ഷുവറാണ്. എടാ വൈകിയ കാര്യങ്ങൾ കൈവിട്ടു പോകും. നീ ടൂറിന് രാത്രി കാശ് വാങ്ങിച്ചിരിക്കണം. ഇനി കുട്ടികളുടെ രക്ഷിതാക്കൾ അറിഞ്ഞത് പോലീസിൽ പരാതിപ്പെട്ടാൽ അവസാനം നീ അകത്ത് കിടന്ന് അഴിയെണ്ണേണ്ടി വരും. അതൊക്കെ നമുക്ക് ശരിയാക്കാം. കുറച്ചു കാര്യങ്ങൾ നമ്മളെല്ലാം കൂടി ചേർന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ കാര്യങ്ങൾ ഉറപ്പായും. അതല്ലേ ഞാൻ ചേട്ടന്റെ അടുത്തേക്ക് വന്നത്. ബെസ്റ്റ്. എടാ ഞാൻ ഈ തരികിട പരിപാടികളൊക്കെ നിർത്തി കാലം കുറയാ. നീ വേറെ ആരെങ്കിലും നോക്ക്. ചേട്ടാ അങ്ങനെ പറയല്ലേ. ഇതുകൂടി നടന്നില്ലെങ്കിൽ ആത്മഹത്യ ഇല്ലാതെ എന്റെ മുമ്പിൽ വേറെ വഴിയില്ല. ചേട്ടാ അങ്ങനെയല്ല ചേട്ടാ. ഞാനിപ്പോ ഇതിൽ എന്ത് ചെയ്യാനാ? ചേട്ടൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കും. പ്ലീസ് ചേട്ടാ, എങ്ങനെങ്കിലും ഒന്ന് സഹായിക്കണം. പ്ലീസ് ചേട്ടാ. ഒരു കാര്യം ചെയ്യ്. നമ്മളൊരു പയ്യനുണ്ട്, ആളിത്തിരി ഉടായിപ്പാണ്. പക്ഷെ ഈ കാര്യങ്ങളിൽ എക്സ്പെർട്ട്. നോക്കിയും കണ്ടു നിന്നാ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എങ്ങനെങ്കിലും ഒന്ന് ശരിയാക്കി ചേട്ടാ. നിങ്ങളവിടെ ഇല്ലേ? ഞാൻ അവനൊന്ന് വിളിച്ചിട്ട് വരാം. ഓക്കെ ചേട്ടാ.